മധുരം സുഹൃത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. ജയ് ശ്രീ രാധേ രാധേ. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദുഃഖം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് പറയുന്ന ഒരു രീതിയാണ്, ഭഗവാനെ എന്തിനാ ഭഗവാനെ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഞാൻ ഈ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ അറിഞ്ഞോ അറിയാതോ ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല, പിന്നെ എന്തിനാ ഭഗവാനെ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് നമ്മൾ സാധാരണ പറയുന്ന ഒരു രീതിയാണ്. അതല്ലെങ്കിൽ നമ്മളൊരു കേൾക്കണ രീതിയാണ്. ഭഗവാൻ പരീക്ഷിക്കുവോ? ഭഗവാന്റെ ജോലി അതാണോ? എന്നിട്ടോ ഇത് മാത്രമാണോ? പിന്നെ നമ്മൾ എന്താ ചിന്തിക്കുക? ഓ, ഈ ഭഗവാന് കണ്ണും കാതും ഒന്നും ഇല്ലെന്നേ. ഈ മോശം പ്രവൃത്തി ചെയ്യുന്നവര്, ഈ ദ്രോഹങ്ങളൊക്കെ ചെയ്യുന്നവര്, അവർക്ക് ഒരു വിഷമവുമില്ല. അവർ എത്ര സുഖമായിട്ടാണ് ജീവിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ? ഭഗവാന് നമ്മളെ പോലെ പാവങ്ങളെ പരീക്ഷിക്കുന്നതാ കൂടുതൽ ഇഷ്ടം. അപ്പോ നമ്മളിങ്ങനെ ഭഗവാനെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുമല്ലോ. ഇതൊക്കെ കാണുമ്പോഴാ ഭക്തി ഒന്നും വേണ്ട എന്ന് തോന്നണത്. ആധ്യാത്മികതയിലേക്ക് കടന്നു വരുന്ന ഒരു സാധാരണക്കാരന്റെ ചിന്താഗതികൾ ഇങ്ങനെയൊക്കെയാണ്. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ ദുഃഖങ്ങൾ നമ്മൾക്ക് ഉണ്ടാകുന്നത്? അപ്പൊ നമ്മൾ സാധാരണ ചിന്തിക്കുന്ന രീതിയാണ്, ഞാൻ ആരെയും ദ്രോഹിക്കുന്നില്ല, ജീവിതത്തിൽ ഒരു മോശം പ്രവൃത്തികളും ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല, പിന്നെ എന്തുകൊണ്ടാണ് തനിക്ക് ഇങ്ങനെയുള്ള ദുർഗതികൾ ഉണ്ടാകുന്നത്? ജീവിതത്തിൽ എന്ത് ചെയ്താലും പരാജയം, ഒന്നുമായി തീരുന്നില്ല. ചിലർക്കാണെങ്കിലോ മറാരോഗങ്ങൾ, പിന്നെ ചിലർക്കാണെങ്കിൽ കടബാധ്യതകൾ, വിവാഹം നടക്കുന്നില്ല, കുട്ടികൾ ഉണ്ടാകുന്നില്ല, സ്വന്തമായിട്ട് ഭവനം ഉണ്ടാകുന്നില്ല. ഇങ്ങനെ ജീവിതത്തിൽ ഒന്നും ആയിത്തീരാതെ നിൽക്കുന്ന ഒരു അവസ്ഥ. എന്നിട്ടോ ഭഗവാനെ ആണെങ്കിൽ ഭഗവാനെ എല്ലാ വ്രതങ്ങളും എടുക്കുന്നുണ്ട്, ഭഗവാനെ സ്നേഹിക്കുന്നുണ്ട്, വ്രതങ്ങൾ എടുക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ യാതൊരു ഫലങ്ങളും ഉണ്ടാകുന്നില്ല. ഇതിന്റെയൊക്കെ കാരണം എന്താണ്? ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊക്കെയൊക്കെ കാരണം നമ്മൾ ഈ ജന്മത്തിൽ ചെയ്ത നമ്മുടെ കർമ്മഫലങ്ങളൊന്നുമല്ല, നമ്മുടെ പൂർവ കർമ്മഫലങ്ങളാണ്. പൂർവജന്മത്തിൽ ചെയ്ത പ്രവർത്തികൾ. നമ്മുടെ സനാതന ധർമ്മത്തിൽ പറയുന്നത്, നമ്മൾ ഈ അനുഭവിക്കുന്നതിൻ്റെ ഒക്കെ കാരണം നമ്മുടെ കർമ്മവിനകൾ കൊണ്ടാണ്. അതായത് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾക്കറിയില്ല, അല്ലേ? പാപങ്ങളാണോ പുണ്യമാണോ ചെയ്തിരിക്കുന്നത് ഒന്നും നമുക്കറിയില്ല. ഒരു പക്ഷേ നമ്മൾ പാപങ്ങളാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഒക്കെ ആ പാപങ്ങളൊക്കെ നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിച്ച് തീർക്കേണ്ടി വരുമെന്നാണ്. കൂടാതെ നമ്മുടെ പൂർവികർ എന്തെങ്കിലും പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അടുത്ത തലമുറയിലേക്ക് നമ്മൾ കൊണ്ടുവരും എന്നാണ് നമ്മുടെ സനാതന ധർമ്മം പറയുന്നത്. അതുപോലെ തന്നെയാണ് പുണ്യം. പാപങ്ങൾ പോലെ തന്നെയാണ് പുണ്യം. പുണ്യമാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പുണ്യം അനുഭവിക്കുക തന്നെ ചെയ്യും. ഭഗവാൻ പോലും മനുഷ്യ ശരീരം എടുത്ത സമയത്ത് കൃത്യമായി ഇത് അനുഭവിച്ച് കാട്ടിത്തരുന്നുണ്ട്. ഭഗവാൻ ത്രേതായുഗത്തിൽ രാമാവതാരം എടുത്ത സമയത്ത് ബാലിയെ ഒളിയമ്പെയ്ത് വീഴ്ത്തി കൊല്ലുന്നുണ്ട്. ഈ കർമ്മഫലം ഭഗവാൻ അനുഭവിക്കാൻ അടുത്തൊരു മനുഷ്യൻ ജന്മം എടുക്കേണ്ടി വന്നു. ഭഗവാൻ അദ്വാപര യുഗത്തിൽ ശ്രീകൃഷ്ണനായി അവതരിച്ചു ഈ കർമ്മഫലം അനുഭവിക്കുന്നുണ്ട്. ഭഗവാൻ ശരീരം വെടിഞ്ഞത് എങ്ങനെയാണെന്ന് നമുക്കെല്ലാം അറിയാം, അല്ലേ? ജരന്ന വേടന്റെ അമ്പ് കൊണ്ടല്ലേ ഭഗവാൻ ശരീരം ഉപേക്ഷിച്ച് വൈകുണ്ഠത്തിലേക്ക് പോയത്. അപ്പോൾ ഒരു മനുഷ്യ ശരീരം എടുക്കണമെങ്കിൽ ഭഗവാനും ഒരു കടമ അവശേഷിപ്പിക്കണം. അപ്പോൾ നമ്മൾ ഈ ലൗകിക ജീവിതത്തിൽ അനുഭവിക്കുന്നതെല്ലാം നമ്മുടെ പൂർവ ജന്മഫലങ്ങളാണ്. മോശം അനുഭവിക്കുന്നത് പോലെ തന്നെയാണ് നല്ലതും അനുഭവിക്കുന്നത്. അപ്പോ നമുക്കൊരു സംശയം തോന്നും, അങ്ങനെയെങ്കിൽ ഈ ജന്മത്തിൽ നമ്മുടെ സ്വന്തം അഭിപ്രായം അനുസരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾക്ക് എന്ത് സ്ഥാനമാണുള്ളത്? എന്ത് പ്രസക്തിയാണുള്ളത്? നമ്മൾ ചിന്തിച്ച് ചെയ്യുന്ന കാര്യങ്ങൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? അതിനൊരു പ്രസക്തിയുമില്ലേ? ഒക്കെ വിധിയാണെങ്കിൽ ആ വിധിക്കനുസരിച്ച് അങ്ങോട്ട് പോയാ പോരെ? ഇതിന്റെ ഉത്തരം വളരെ ലളിതമായിട്ട് ഗുരുവായൂരപ്പനും പറഞ്ഞിട്ടുണ്ട്, മഹാദേവനും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാത്തതാണ് നമ്മുടെ പ്രശ്നം. ഈ ജന്മത്തിൽ നമ്മൾ നല്ലതോ ചീത്തയോ ചെയ്യുമ്പോൾ
നമ്മൾ ആ സിറ്റുവേഷനെ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് നമ്മുടെ കയ്യിലാണ്. ഒരാൾ നമ്മളെ പുകഴ്ത്തിയെന്നിരിക്കട്ടെ, അതിൽ മതിമറക്കണോ വേണ്ടയോ എന്ന് ചിന്തിക്കേണ്ടത് നമ്മളാണ്. ഇനി നമുക്ക് വലിയൊരു ദുഃഖം സംഭവിച്ചു, ആ ദുഃഖത്തിൽ ആണ്ട് മുങ്ങി സ്വയം നശിച്ചു പോകണോ അതോ കരകയറി വരണോ എന്നുള്ളതും നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഇനി ഒരാൾ നമ്മളെ അപമാനിച്ചു, അവര് തിരിച്ചപമാനിക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ കൈകളിലാണ്. അങ്ങനെ പ്രതികരിക്കേണ്ട സ്ഥാനത്ത് പ്രതികരിക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ കയ്യിലാണ്. കാരണം അപ്പോൾ ചെയ്യുന്ന ആ പ്രതികരണം ഉണ്ടല്ലോ, ആ തിരിച്ചു ചെയ്യണത് അതിനനുസരിച്ചിട്ടാണ് പിന്നെ നമ്മുടെ കർമ്മം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മളാണെങ്കിലോ നമ്മുടെ വികാരത്തിന് അടിമപ്പെട്ടിട്ട് ഒരൊറ്റ പോക്കം കണ്ട് പോവും. എന്നിട്ട് നമ്മൾ പറയും, ആ സമയത്ത് എനിക്ക് എന്താ പറ്റിയതെന്ന് അറിയില്ല. അപ്പോ വളരെ ശ്രദ്ധാപൂർവം ജീവിച്ചിട്ടും നമ്മുടെ ജീവിതത്തിൽ നിറയെ ദുഃഖങ്ങൾ വരുന്നുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും ചിന്തിക്കുക, നമ്മുടെ പൂർവകർമ്മഫലം ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ യാതനകൾ അനുഭവിക്കുക. അപ്പോൾ ഈ പൂർവകർമ്മ ഫലങ്ങളിൽ നിന്ന് നമ്മൾക്ക് എങ്ങനെ മുക്തി നേടാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. പൂർവകർമ്മ ഫലങ്ങളിൽ നിന്ന് മുക്തി നേടാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ഈശ്വര സാക്ഷാത്കാരത്തോടുകൂടി ഈശ്വരോന്മുഖമായിട്ട് നമ്മൾ പ്രവർത്തിക്കൊണ്ട്. ഭഗവാൻ എന്നെ പരീക്ഷിച്ചു എന്നൊന്നും പറയരുത്. ഭഗവാൻ നിരപരാധിയാണ്. ആ പറയുന്നത് പോലും നമ്മുടെ കർമ്മഫലം കൂട്ടുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഒരിക്കലും ഗുരുവായൂരപ്പൻ അല്ലെങ്കിൽ മഹാദേവൻ അല്ലെങ്കിൽ അമ്മ ആദിപരാശക്തി അല്ലെങ്കിൽ മുരുകൻ അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഏത് ചൈതന്യമായിക്കോട്ടെ, ഒരു ചൈതന്യവും നമ്മളെ പരീക്ഷിക്കുകയില്ല. നമ്മളെ രക്ഷിക്കാനുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്ന ചൈതന്യങ്ങൾ. പക്ഷേ ഒന്നുണ്ട്, ഭഗവാൻ നമ്മളെ പരീക്ഷിക്കും എപ്പോൾ? നമ്മൾ അദ്ദേഹത്തിനെ കിട്ടണമെന്ന് പറഞ്ഞ് ആ സാക്ഷാത്കാരത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ, അദ്ദേഹത്തിനെ നേടണമെന്ന് വിചാരിച്ചിട്ട് അഗമ്യമായിട്ട് ഭഗവാനെ സ്നേഹിക്കുമ്പോൾ, ആ ഭഗവാനെ കിട്ടാനായിട്ട് നമ്മൾ ഉപാസന ചെയ്യുമ്പോൾ ഭഗവാൻ നമ്മളെ പരീക്ഷിക്കും, ഉരച്ചു നോക്കുക തന്നെ ചെയ്യും. ശ്രീ മുരുകൻ മഹാദേവനോടും അമ്മ ശ്രീ പാർവതി ദേവിയോടും പിണങ്ങി പളനിപ്പോയിൽ ഇരിക്കണ സമയത്ത് അമ്മ പാർവതി ദേവി മുരുകന്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, എന്തിനാ കുട്ടി നീ ഇങ്ങനെ പിണങ്ങണത്? അച്ഛനൊന്നും അറിയാണ്ടല്ലേ അങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് കുട്ടിയെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ മുരുകൻ പറയും, ഇല്ല ഇല്ലമ്മ, ഞാൻ വരമാട്ടെ. എൻ നാട്, എൻ മക്കൾ, എനിക്ക് എന്റെ ഭക്തരെ മാത്രം മതി, എനിക്കെന്നെ അച്ഛന്റെ ഭക്തരെ വേണ്ട എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ടിരിക്കുമ്പോൾ ആ മുരുകനെ നോക്കിക്കൊണ്ട് പാർവതി ദേവി പറയുന്നത് ഇങ്ങനെയാണ്, കുട്ടി എന്തിനാ നീ ഇത്ര വാശി പിടിക്കണത്? ഉന്നപ്പ എന്നെ എവളോ പരീക്ഷിച്ചിരിക്കുന്നതെന്ന് നിനക്ക് தெரியுமா എന്ന് ചോദിക്കുന്നുണ്ട്. നിന്റെ അപ്പ എന്നെ എത്രമാത്രമാണ് പരീക്ഷിച്ചിട്ടിരിക്കുന്നത്, നിനക്കിതൊക്കെ അറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ അമ്മയെ പരീക്ഷിച്ച മാതിരി ഒരാളെയും ഭഗവാൻ പരീക്ഷിച്ചിട്ടില്ല. പക്ഷേ ഒന്നുണ്ട്, ആ പരീക്ഷകളിലൊക്കെ ജയിച്ചത് കൊണ്ടാണ് ആ അമ്മ ശ്രീ പാർവതി ദേവി ഭഗവാന്റെ അർദ്ധാംഗിനിയായത്. മഹാദേവനെ ആയാലും ഗുരുവായൂരപ്പനെ ആയാലും കിട്ടണമെങ്കിൽ നമ്മൾ ആ പരീക്ഷയിലൊക്കെ വിജയിച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ. ഭഗവാനെ നമുക്ക് അങ്ങനെ എളുപ്പം കിട്ടില്ല. നമ്മൾ ഭഗവാനിലേക്ക് ചെല്ലുമ്പോൾ ഭഗവാൻ നമ്മളുടെ പൂർവകർമ്മ ഫലങ്ങളെ കത്തിച്ചു കളഞ്ഞ് നമ്മളെ ശുദ്ധരാക്കാൻ ശ്രമിക്കും. ആ സമയത്ത് നമ്മൾക്ക് നിറയെ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, ചിലർക്ക് കടം, രോഗം, അങ്ങനെ എന്തുണ്ടാകാം.
നമ്മുടെ പൂർവ കർമ്മം, അതായത് പൂർവ ജന്മഫലത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ചായിരിക്കും ഓരോരുത്തരും അനുഭവിക്കുക. നമ്മൾ പൂർവത്തിൽ സൽഫലങ്ങളാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇതൊന്നും അനുഭവിക്കേണ്ടി വരില്ല. ചെറിയൊരു ഉദാഹരണത്തിലൂടെ പറയാം. ഒരു മുറിയിൽ നിറയെ ചപ്പുചവറുകൾ കൂട്ടിയിട്ടിരിക്കുകയാണെന്ന് കരുതുക. ഈ ചപ്പുചവറുകൾ എന്ന് പറയുന്നത് നമ്മുടെ പൂർവ്വജന്മ ഫലങ്ങൾ, ദുഷ്ഫലങ്ങൾ. ഇത് ഒരു ചൂല് കൊണ്ട് മെല്ലെ മെല്ലെ നമ്മുടെ ഈ ജന്മം കൊണ്ട് നമുക്ക് തൂത്തുകളഞ്ഞാൽ മതി. അതായത് സുഖദുഃഖ സമ്മിശ്രമായിട്ട് ജീവിതം ഇങ്ങോട്ട് പോകും. നമ്മൾ ഭഗവാന്റെ വഴിയിലേക്ക്, ആധ്യാത്മികതയിലേക്ക് കടക്കുമ്പോൾ നമ്മളെ ശുദ്ധരാക്കാനായിട്ട് ഭഗവാൻ ഈ ചപ്പുചവറുകളെ കൂട്ടി അങ്ങോട്ട് വയ്ക്കും. ഇതിനെ നമ്മൾ അങ്ങോട്ട് മറികടക്കണം. ഇത്രയും ചവറിനെ ചുരുങ്ങിയ സമയം കൊണ്ട്, അതായത് ഒരു ജന്മം കൊണ്ട് അനുഭവിച്ചു തീർക്കേണ്ടുന്ന ആ ദുരിതങ്ങളെ നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ട് അനുഭവിച്ചു തീർക്കണം, മറികടക്കണം. അപ്പോൾ ഒരുമാതിരിപ്പെട്ടവരൊക്കെ തകർന്നു പോകും. ആ സമയത്താണ് വ്രതവും സാധനയും ഒന്നും വേണ്ട, ഇതൊക്കെ തുടങ്ങിയതിൽ പിന്നെ നിറയെ കുഴപ്പങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് പലരും പാതി വഴി ഉപേക്ഷിച്ചു പോകുന്നത്. ആരാണോ ഭഗവാനെ നീ എന്ത് തന്നാലും ഇതൊക്കെ എന്റെ കർമ്മഫലമാണ്, നീ എന്നെ കൈവിട്ടാലും ഞാൻ നിന്റെ പിടിവിടില്ല എന്ന് പറഞ്ഞ് ബലമായിട്ട് അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് നിൽക്കും. ചില കൊച്ചു കുട്ടികൾ അമ്മയുടെ സാരിത്തുമ്പിലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ വാശി പിടിച്ചിട്ട് കരഞ്ഞു നടക്കാറില്ലേ? അതുപോലെ അങ്ങനെയുള്ളവർക്ക് ഭഗവാനെ തീർച്ചയായിട്ടും കിട്ടും. ഭഗവാനെ കാണാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരാണ്. നോക്കൂ, നമ്മൾക്കറിയാം ഗുരുവായൂരപ്പൻ, ആ ശ്രീലകത്തിരിക്കുന്ന ഗുരുവായൂരപ്പൻ ചതുർബാഹുവായിട്ടുള്ള മഹാവിഷ്ണുവിന്റെ വിഗ്രഹമാണ് അല്ലെ പാതാളാഞ്ജനശിലയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ആ മഹാവിഷ്ണുവിനെ നമ്മൾക്കെല്ലാം ഓഹോമനിക്കാൻ തക്കവണ്ണം നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനാക്കി മാറ്റിയത് ആരാണ്? നമ്മുടെ പൂന്താനം നമ്പൂതിരിപ്പാടാണ് അല്ലെ. ആ പൂന്താനത്തിന്റെ ഭക്തിയാണ് ആ ചതുർബാഹുവായിട്ടുള്ള ആ മഹാവിഷ്ണുവിനെ നമ്മൾക്കെല്ലാം ഓമനിക്കാൻ തക്കവണ്ണമുള്ള പൊന്നുണ്ണിക്കണ്ണനാക്കി നോക്കൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പൂന്താനം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയൊരു ദുഃഖം വന്നപ്പോൾ അതിനെ എങ്ങനെ എടുത്തു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആറ്റുനൂറ്റുണ്ടായൊരു ഉണ്ണിയാണ് അല്ലെ. ആ ഉണ്ണിയെ നഷ്ടപ്പെട്ടപ്പോൾ പൂന്താനവും അദ്ദേഹത്തിന്റെ ഭാര്യയും എടുത്ത തീരുമാനങ്ങളൊന്ന് നോക്കൂ. പൂന്താനത്തിന്റെ ഭാര്യ എന്താണ് പറഞ്ഞത്? ഭഗവാൻ കല്ലാണ്, അദ്ദേഹത്തെ ഒന്നും പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല, എനിക്കിനി ഭക്തിയൊന്നുമില്ല, അദ്ദേഹത്തിന് എനിക്ക് കാണുകയേ വേണ്ട എന്ന് പറഞ്ഞു. പൂന്താനം എന്താ പറഞ്ഞത്? പൂന്താനം പറഞ്ഞത്? ഉണ്ണിക്കണ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്ന് പറഞ്ഞ് ആ ഭഗവാനെ അങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട് ആ ഭഗവാന്റെ ഭക്തിയിലേക്ക് അങ്ങോട്ട് പോവുകയാണ്. ഭഗവാൻ മാത്രം മതി, എനിക്ക് വേറെ എന്താണ് വേണ്ടത് എന്ന് പറഞ്ഞ് ആ ഭഗവാനിലേക്ക് ഇങ്ങോട്ട് പോവുകയാണ്. അങ്ങനെയുള്ള പൂന്താനത്തിന് വേണ്ടിയിട്ട്, ആ പൂന്താനത്തിന്റെ ഭക്തിക്ക് മുന്നിൽ ഭഗവാൻ എന്താണ്? ഉണ്ണിക്കണ്ണനായിട്ട് മാറുകയാണ്. അങ്ങനെയാണ് ഭഗവാൻ ഭക്തവത്സലനാണ് അല്ലെ. ഇതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ എങ്ങനെ എടുക്കണം എന്ന് നമ്മൾ തീരുമാനിക്കണം. ഇതിനർത്ഥം ഈ കാണുന്ന എല്ലാ സൗകര്യങ്ങളും എല്ലാം ഉപേക്ഷിച്ചിട്ട് ജപമാലയും പിടിച്ച് സദാ ഭഗവാനെ ജപിച്ചു കൊണ്ടിരിക്കണം എന്നല്ല. നമ്മൾ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് എന്തിനാണ്? എല്ലാം നമുക്ക് ആസ്വദിക്കാനാണ് അല്ലേ. എങ്ങനെ ജീവിക്കാം. പക്ഷേ എവിടെ ജീവിച്ചാലും എന്ത് ചെയ്താലും നമ്മൾ സ്വയം മറന്ന് പ്രവർത്തിക്കാതിരിക്കുക, ഒന്നിനും അഡിക്റ്റ് ആകാതിരിക്കുക, അറ്റാച്ച്ഡ് ആകാതെ ഡിറ്റാച്ച്ഡ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മളൊക്കെ ഒരു വസ്തു ആയതുകൊണ്ട് ഒരുവനെ ഏറ്റവും ഇഷ്ടം അവനവന്റെ ആത്മാവിനെയാണ്. അവനവനെ തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ ഓരോ വ്യക്തികളും, ഓരോരുത്തരും, ഓരോ ജീവികൾക്കും ഇഷ്ടം. ഭഗവാൻ പറയുന്നുണ്ട്, ഏതൊരുത്തിനാണോ
എല്ലാം ഒന്നാണെന്ന ബോധത്തോടെ അവനവന്റെ ഉള്ളിൽ വിളങ്ങണ എന്നെ ഭജിക്കണത് അവൻ യോഗിയാണ്. അവൻ എന്ത് ചെയ്തോട്ടെ, നടക്കുകയോ ഭക്ഷണം കഴിക്കുകയോ എന്ത് ജോലികളോ ചെയ്തോട്ടെ, അല്ലെങ്കിൽ വഴക്കടിക്കുകയോ എന്തോ ചെയ്തോട്ടെ, ഏതവസ്ഥയിലാണെങ്കിലും അവന്റെ ഉള്ളില് അവൻ എന്നിൽ ഐക്യപ്പെട്ടു നിന്നാൽ അവൻ എന്നിൽ തന്നെയാണെന്ന് ഭഗവാൻ പറയണത്. ഗുരുവായൂരപ്പൻ ഭഗവത്ഗീതയിൽ ജ്ഞാനയോഗത്തിൽ 30-31 ആ ശ്ലോകത്തിൽ അർജുനനോട് പറയുന്നുണ്ട്, അർജുന, ഏതൊരുവനാണോ എല്ലാ ഭൂതങ്ങളിലും സർവചരാചരങ്ങളിലും എന്നെയും എന്നില് സർവചരാചരങ്ങളെയും കാണുന്നത്, അവന് ഞാൻ ഒരിക്കലും അദൃശ്യനായിട്ടുള്ള വസ്തുവല്ല. ഭഗവാൻ അദൃശ്യനായ ഒരു വസ്തുവേയല്ല. ഭഗവാനെ കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഭക്തി എന്നൊക്കെ പറയുന്നത് വെറുതെ ഇരിക്കണവർക്ക് പറ്റിയ പണിയാണ്. നമ്മുടെ ഈ പ്രാരാബ്ധമൊക്കെ ഒഴിഞ്ഞിട്ട് നമുക്ക് എവിടെയാണ് സമയം? വേണമെങ്കിൽ ജീവിതത്തിന്റെ ഏതവസ്ഥയിലും ഗുരുവായൂരപ്പനെ കൊണ്ടുവന്ന് ബന്ധിക്കാൻ നമുക്ക് സാധിക്കും. കുറൂരമ്മ ഒരിടത്ത് അടങ്ങിയിരുന്നിട്ട് ജപിച്ചിട്ട് ഉള്ള ആളാണോ? അങ്ങനെ ജപിച്ചിട്ടാണോ ഗുരുവായൂരപ്പനെ നേടിയത്? നിത്യജീവിതത്തിന്റെ ഭാഗമായിട്ട് ആ ഒരു ഒഴുക്കിനിടയിൽ ആ ഉണ്ണി ഇങ്ങോട്ട് വിളിച്ചു കൂട്ടുകയല്ലേ കുറൂരമ്മ ചെയ്തത്. നമ്മൾ ഗൃഹസ്ഥരെ പോലെ ഭാഗ്യം ചെയ്തവർ ആരാണുള്ളത്? എല്ലാം ഉപേക്ഷിച്ച് കാട്ടിൽ പോയി തപസ് ചെയ്ത് നേടിയിട്ട് എന്ത് കാര്യമാണുള്ളത്? നമ്മൾ ഗൃഹസ്ഥര് ഇത്രയും അലച്ചിലുകൾക്കിടയിലും ആ ഗുരുവായൂരപ്പനെ കിട്ടണുണ്ടോ എങ്കിൽ അതിൻ്റെ വാല്യൂ ഒന്ന് നോക്കൂ, അതിൻ്റെ മഹത്വം ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതില് സ്ത്രീകൾക്ക് കിട്ടണുണ്ടെങ്കിൽ അതിൻ്റെ മഹത്വം കൂടുതലായിരിക്കും. കാരണം സ്ത്രീകൾക്ക് പരിമിതികൾ കൂടുതലാണ്. ഒരു സ്ത്രീയെ ഗുരുനാഥയായി കിട്ടുക എന്നത് മഹാഭാഗ്യമാണ്. കാരണം ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ എല്ലാം മറികടന്നിട്ടാണ് ഈ ഉപാസനാ ശക്തി നേടിയിട്ടുള്ളത്. എവിടെയോ ഇരിക്കണ ദേവനെ അറിയുന്നതല്ല ഭക്തി, അടുത്തിരിക്കുന്ന ഭഗവാനെ അറിയുന്നതാണ് ഭക്തി. നമ്മുടെ അകത്തിരിക്കുന്ന ഭഗവാനെ തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ ഭക്തി. എന്നിട്ട് ആ ഭഗവാനോട് മനസ്സുകൊണ്ട് അടുത്തിരിക്കുക. നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. വെറുതെ ഒരു പൂജാ റൂമിൽ ഇരിക്കുകയോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയി കുറെ സമയം ചിലവാക്കുന്നതോ അല്ല. നമ്മൾ സദാ മനസ്സുകൊണ്ട് ആ ഭഗവാന്റെ അടുത്തിരിക്കുക. എന്ന് വെച്ചാൽ അടുത്ത് ഇരിക്കുക. ഉപാസന, അതാണ് ഉപാസന എന്ന് പറയുന്നത്. നമ്മൾ കാര്യസാധ്യത്തിന് ചെയ്യുന്നതാണ് സാധന എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യം സാധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒന്നിനുമല്ല. നമ്മൾ ഭഗവാനെ അങ്ങനെ സ്നേഹിക്കുക. ആ സ്നേഹിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്താലും ആ ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് അങ്ങോട്ട് ജീവിക്കുമ്പോൾ അതിനെയാണ് നമ്മൾ ഉപാസന എന്ന് പറയുന്നത്. മനസ്സുകൊണ്ട് സാധിക്കാത്തത് എന്താണ്? നമ്മൾക്ക് ഇവിടെ ഇരുന്നിട്ട് എവിടെ ഗുരുവായൂർ ആ ശ്രീലകത്ത് പോകാം. ആ ഉണ്ണിയെ നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാം? ഉണ്ണിയെ നമുക്ക് കുളിപ്പിക്കാം, ഉണ്ണിക്ക് ഉമ്മ കൊടുക്കാം, പിന്നെ ഊട്ടാം, ഉറക്കാം, എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? വൃന്ദാവനത്തിലോ ദ്വാരകയിലോ കാശിയിലോ ബദ്രിനാഥിലോ കൈലാസത്തിലോ വൈകുണ്ഠത്തിലോ ഗോലോകത്തോ എവിടെ വേണമെങ്കിലും നമുക്ക് മനസ്സുകൊണ്ട് പോകാൻ പറ്റും. മാനസപൂജയ്ക്ക് അത്രയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഭക്തി കൊണ്ട് നേടാൻ സാധിക്കാത്തത് ഒന്നുമില്ല. പൂർവകർമ്മ ഫലങ്ങളൊക്കെ നമുക്ക് കത്തിച്ചു കളയാൻ സാധിക്കും നമ്മുടെ ഭക്തി കൊണ്ട്. അതിന് അഗമ്യമായിട്ടുള്ള സ്നേഹം മാത്രം മതി ഭഗവാനോട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. സർവം ശ്രീ രാധേ കൃഷ്ണ അർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.